വീട്ടിൽ നമ്മൾ പാല് കാച്ചിന് പോന്നേ? അതെ, എന്റെ ക്ലാസ്സിൽ പഠിച്ച ദേവു എന്ന് പറഞ്ഞ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവളുടെ വീട്ടിലെ പാല് കാച്ചി വന്ന്. എന്നാ ബാ മക്കളെ പെട്ടെന്ന് പോവാം നമുക്ക്. A few moments later. അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? എനിക്കൊക്കെ അറിയാം മക്കളെ. ഇപ്പൊ കുറെ നാൾക്ക് ശേഷം ഞാൻ ഓടിക്കുന്നേ. എന്റെ അമ്മ വല്ലയിടത്ത് ഇടിച്ച് കേട്ടില്ലേ? പേടിക്കുന്ന മക്കളെ, അമ്മ സൂക്ഷിച്ച് ഓടിച്ചോളാം. പാലാച്ചിന് നല്ല രസം ഉണ്ടായിരുന്നല്ലേ? ശരിയാ മക്കളെ. അല്ല തുമ്പി, ഇപ്പൊ സമയമാണെങ്കിൽ 7 മണിയായി. നിനക്ക് പേടിയുണ്ടോ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാൻ? എനിക്ക് പേടിയൊന്നുമില്ല ചേട്ടാ. എന്നാ ശരി. എന്താ രസം സ്ഥലമൊക്കെ കാണാൻ. ഹായ്. അതെന്ത് സാധനം ഇപ്പൊ പോയത് പെട്ടെന്ന് ഇവിടെ കൂടെ? എന്താ തുമ്പി നീ പറഞ്ഞേ? നമ്മുടെ കണ്ണാടി കൂടെ എന്തോ ഒരു സാധനം പെട്ടെന്ന് പോയതല്ലോ തോന്നി. അതേലും ഇപ്പൊ ഏതെങ്കിലും മരം വല്ലതും ആയിരിക്കും. മരമൊന്നും അല്ല, എന്താ ഒരു രൂപം പോലത്തെ ഒരു സാധനം പോകുന്നു. പെട്ടെന്ന് പേടിച്ചു പോയി. തുമ്പി നിനക്ക് പേടിയാണ്? കൺമുണ്ടുമ്പോളെ അങ്ങോട്ട് പറഞ്ഞു വിടട്ടെ? വേണ്ട ചേട്ടാ, ഞാൻ ഇവിടെ ഇരുന്നു. എനിക്ക് പേടിയൊന്നും ഇല്ല. പേടി തോന്നുന്നു പറഞ്ഞാൽ മതി. ഇവളെ അങ്ങോട്ട് വിടാം. ഇവിടെ എന്നെ എടുത്തിട്ട് വിളിക്കണ്ട. എന്റെ വിൻഡോ സീറ്റ് ഇവളെ എടുക്കും. എന്നാ ശരി. നമ്മുടെ പുറകിന് എന്തോ വരുന്നല്ലോ തോന്നുന്നുണ്ടല്ലോ. എന്താ മോളെ തുമ്പി നീ പറഞ്ഞേ? അമ്മേ, നമ്മുടെ കാറിന് എന്തോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അതേതൊരു കാറായിരിക്കും. അല്ല അമ്മേ, കാറൊന്നും അല്ല, വേറെ എന്തോ ഒരു സാധനം. വേറെ സാധനോ? മോൾക്ക് ചിലപ്പോ തോന്നുന്നതായിരിക്കും. അത് ഇത് ആലോചിച്ചൊന്നും പേടിക്കണ്ട. ഇപ്പോൾ ഈ സൈഡ് കണ്ണാടി കൂടെ എന്തോ ഒന്ന് പാസ് ചെയ്ത് പോയതാലും കണ്ടല്ലോ ഞാനിപ്പോ. എന്തോ ഒരു കറുത്ത രൂപം. അമ്മ ഞാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞപ്പോ വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ശരിക്കും കണ്ടിട്ടില്ല, അമ്മയ്ക്ക് വിശ്വാസമായി. ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കും മക്കളെ. കൊള്ളാം. അമ്മ ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 8 മണിയായി. 8 മണിയായോ? അല്ല, എന്താ അതിന് കുഴപ്പം? മറ്റേ പൊങ്കമ്പാലം ഇല്ലേ? ആ പൊങ്കമ്പാലാണ് കാട്ടിന് നടുക്കൂടെ പോന്നെ പൊങ്കമ്പാലം. കാട്ടിന്റെ അടുക്കുള്ള ആ പാലത്താണെങ്കിൽ 8 മണി കഴിയുമ്പോ ഒരു പ്രേതം ഇറങ്ങുന്ന പറയുന്നേ. അതൊക്കെ വേറെ കെട്ടുകഥ എന്നീ. അല്ലമ്മേ, കുറെ പേര് പറഞ്ഞിട്ടുണ്ട് രാത്രി സമയത്ത് പോകുമ്പോ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടെന്ന്. അതൊക്കെ ചുമ്മാ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. എനിക്കറിയത്തില്ലമ്മേ, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേ. രമേശ് ചേട്ടന് നേരത്തെ ഈ വഴി കാർ ഓടിച്ചിട്ട് വന്നപ്പോ എന്തോ ഒരു സാധനത്തിൽ കണ്ടെന്ന് പറഞ്ഞു. രമേശ് ഉണ്ടായിരുന്നോ? രമേശ് ചേട്ടൻ കണ്ടെന്നാ പറഞ്ഞത്. എന്താന്ന് അറിയത്തില്ല. കാട്ടിന്റെ നടുക്കുള്ള പൊങ്കപ്പാലം എത്താറ എനിക്ക് പേടി വരുന്നു. ഇവിടെ കൂടെ എന്തോ ഒരു സാധനം പറന്നു പോയതാലും കണ്ടില്ലേ ഞാൻ? എടുത്തുമ്പോ നീ എന്താ കണ്ടത്? എന്തോ ഒരു കറുത്ത രൂപമാണെങ്കിൽ ഇപ്പൊ ഇവിടെ കൂടെ പെട്ടെന്ന് പറന്നു. ഞാൻ പേടിച്ചു പോയി. പേടിക്കട്ടെ മോളെ, അവിടെ ഇരിക്കേ. പൊങ്കപ്പാലം കയറി ഇനി 1 കിലോമീറ്റർ അങ്ങ് പോണ. ഇനി പൊങ്കപ്പാലത്തൂടെ ഒറ്റ വണ്ടി പോലും ഇല്ലല്ലോ മുമ്പില്. അടുക്കാടാ. മെയിൻ റോഡ് വഴി പോകുന്ന വെച്ചാൽ റോഡ് പണി അടക്കും മൊത്തം അവിടെ. അതുകൊണ്ട് ഈ വഴി കൂടെ പോകുന്ന എല്ലാ വണ്ടിയും. പക്ഷെ ഒരു വണ്ടി പോലും ഇതുവരെ കാണുന്നില്ലല്ലോ ഫ്രണ്ടില്. എന്താ ഒരു എയർ പോകുന്ന സൗണ്ട് പോലെ? അമ്മ, കാറിന്റെ ടയർ എന്താണ്ട് പഞ്ചറായെന്ന് തോന്നുന്നു. അയ്യോ ശരിയാണല്ലോ, കാർ കിടന്ന് കുലുങ്ങുന്ന കണ്ടില്ലേ? കുലുങ്ങുന്ന ഭയങ്കര കുലുക്കുവാ. നേരത്തെ പെട്ടെന്ന് കാർ നിന്ന് എല്ലാരും ഇറങ്ങിക്കോ. അയ്യോ, ഇനി എന്ത് ഈ കാറിന്റെ ടയറും പഞ്ചറായി? ഒരു പ്രേതത്തിന്റെ സ്ഥലത്ത് നമ്മളിപ്പോ നിക്കുന്നേ. അമ്മ അങ്ങോട്ട് നോക്കിക്കേ. അവിടെ മക്കളെ, അമ്മ അവിടെ ചെറിയൊരു കുടിൽ പോലത്തെ ഒരു വീട്. ശരിയാണല്ലോ, നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. അതാ വീട്. നമുക്ക് ചെന്ന് കയറി നോക്കാം. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, ഏതാ കുട്ടികളെ നിങ്ങള്? അയ്യോ അപ്പൂപ്പ, ഞങ്ങളെ വീടിനകത്തുനിന്ന് കേറ്റാവോ? കേറ്റാ. നിങ്ങൾ എവിടുന്ന് വരുവാ? ഞങ്ങളാണെങ്കിൽ കുറച്ച് ദൂരേന്ന് വരുവാ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? ഞങ്ങളാണെങ്കിൽ ആ പൊങ്കമ്പാലം എത്തിയപ്പോ ഞങ്ങളുടെ കാറിന്റെ ടയറാണെങ്കിൽ പഞ്ചറായി. അങ്ങനെ ഞങ്ങൾക്ക് അഭയം തേടാ ഈ വീടേ കിട്ടിയുള്ളൂ. ഞങ്ങൾ ഇന്ന് കേറ്റാവോ അപ്പൂപ്പ? കേറിക്കേ കുട്ടികളെ നിങ്ങൾ എല്ലാരും. വളരെ നന്ദിയുണ്ട് അപ്പൂപ്പ. നല്ല കുട്ടികളെ നിങ്ങൾ എല്ലാരും എവിടുന്ന് വരുവാ? ഞങ്ങള് ഇപ്പൊ ഒന്നും പറയണ്ട, എല്ലാരും അവിടെ ഇരിക്കാം, എന്നിട്ട് പറയാം ബാക്കി. ഇനി പറ, നിങ്ങൾ എവിടുന്ന് വരുവാ? അപ്പൂപ്പ, ഞങ്ങൾ എല്ലാരും ഒരു ദൂര സ്ഥലത്തുനിന്ന് വരുവായിരുന്നു. അപ്പൂപ്പന് പൊങ്കമ്പാലം അറിയാവോ? പൊങ്കമ്പാലം. എനിക്കറിയാം പൊങ്കമ്പാലം. ബാക്കി പറ. ഞങ്ങൾ എല്ലാരും ആ ഭാഗത്ത് എത്തിയപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ കാറിന്റെ ടയറാണ് പഞ്ചറായി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. കൊടും കാടില്ലേ സ്ഥലത്തൊക്കെ. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ കാട്ടി നിൽക്കുമായിരുന്നു. അപ്പഴാ അപ്പൂപ്പന്റെ ഈ വീട് കണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയത്. അല്ല അപ്പൂപ്പ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അല്ല അപ്പൂപ്പ, ഈ പൊങ്കമ്പാലത്തിന്റെ സ്ഥലത്ത് വല്ല പ്രേതം വല്ലതും ഉണ്ടോ? പ്രേതമുണ്ട്. അത് പക്ഷെ പൊങ്കമ്പാലത്തിലല്ല. പിന്നെ അതെവിടെയാ? പൊങ്കമ്പാലത്തിന് കുറച്ച് ദൂരം മുമ്പേ ഒരു പ്രേതം ഉണ്ട് അവിടെ. പക്ഷെ ആ പ്രേതം ആരും ഒന്നും ഉപദ്രവിക്കത്തില്ല. അവിടെ കൂടെ ഒക്കെ വരുന്ന കാറിന്റെ ജനാലിൽ കൂടെ ആരൊക്കെ ഒന്ന് നോക്കും, അത്രേ ഉള്ളൂ. അല്ല ഒന്നും ചെയ്യത്തില്ലത്. പക്ഷെ ഈ പൊങ്കമ്പാലത്തിന്റെ ഭാഗത്താണെങ്കിൽ എന്തോ ഒരു സാധനത്തിന് ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പക്ഷെ പ്രേതമല്ല. അതിന്റെ പേര് ഞാൻ പറയാം. അതിന്റെ പേര് ബിഗ് ഫുട്ട്. ബിഗ് ഫുട്ട് അതെന്തോ സാധനമാ? അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരു സാധനമായിരിക്കും. ഇത് ബിഗ് ഫുട്ടിനെ കണ്ടാൽ ചിമ്പാൻസി പോലെ ഇരിക്കില്ല, പക്ഷെ അത് ചിമ്പാൻസി അല്ല. അത് ചിമ്പാൻസിക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള ഒരു സാധനമാണ് ബിഗ് ഫുട്ട്. ഇതിന് ഭയങ്കര ശക്തിയാണ്. അതാ ഈ പൊങ്കമ്പാലത്തിന്റെ ഈ ഭാഗത്തുള്ളത്.
അല്ലാതെ പ്രേതമില്ലേ, ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പൊങ്കപ്പാലത്തിന് കുറച്ച് ദൂരങ്ങൾക്ക് മുമ്പേ ഒരു പ്രേതം, അതൊന്നും ചെയ്യത്തില്ല ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ ഓരോ കാറൊക്കെ പോകുമ്പോൾ ആ കാറിന്റെ കണ്ണാടിയുടെ അടുത്തൊക്കെ വന്ന് നിൽക്കും, അത്രേ ഉള്ളൂ ആ പ്രേതം. അല്ലാതെ ആരും ഒന്നും ഉദ്രവിക്കത്തില്ല ആ പ്രേതം. പക്ഷേ ഈ ബിഗ് ഫുട്ട് ആൾക്കാർ ഉദ്രവിക്കുന്നത്. നമുക്ക് ഭാഗ്യമുള്ളത് നിങ്ങൾ ആ പൊങ്കപ്പാലത്ത് വെച്ച് കാർ നിർത്തിയപ്പോൾ ബിഗ് ഫുട്ട് നിങ്ങളെ കാണാതിരുന്നത്. ആ ബിഗ് ഫുട്ടിന്റെ കൈയും കാലം നിങ്ങളെ കിട്ടി, പിന്നെ പൊടി പോലും കിട്ടത്തില്ല. അങ്ങനെയാണോ? ആ അതെ, അങ്ങനെ അത്. അതിനെ കണ്ട പേടി വരും എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതി പേടി വരും അതിനെ കണ്ട. അമ്മ എനിക്കാണെ ഒന്നിന് പോണം. അയ്യോ, ഇപ്പൊ പുറത്തിറങ്ങുന്നില്ല മോനെ, ഇപ്പൊ ബിഗ് ഫുട്ട് ഇങ്ങനെ പുറത്തും കാണുമല്ലോ. ഇല്ല പൂപ്പ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ആ എന്നാ സൂക്ഷിച്ചു പോണേ. ആ ശരി. ഓ അങ്ങനെ ഒന്നിന് പോയി കഴിഞ്ഞ്. എന്റെ അമ്മ ആ കാട്ടിലോട്ട് എന്താ കേറി പോന്നേ? എന്റെ അമ്മ എന്ത് സാധനമാ കേറിപ്പോയേ? അയ്യോ, കണ്ടിട്ട് പേടി വരുന്നു. എനിക്ക് തോന്നുന്നു ആ അപ്പൂപ്പൻ പറഞ്ഞ ആ സാധനം തോന്നുന്നു ബിഗ് ഫുട്ട്. അതിനെപ്പോലെ തന്നെ ഇരിക്കുന്നു, വലിയൊരു ചിമ്പാൻസി പോലെ ഇരിക്കുന്നു. അത് അങ്ങോട്ട് ഓടിപ്പൊക്കോണ്ടിരിക്കണല്ലോ. പെട്ടെന്ന് അകത്ത് കയറട്ടെ. എന്റെ പൊന്നെ, അതിനെ കണ്ടിട്ട് പേടി വരുന്നു. എന്റെ പൊന്നെ, പെട്ടെന്ന് അകത്ത് കയറട്ടെ. അയ്യോ അപ്പൂപ്പ, ഞാൻ ബിഗ് ഫുട്ടിനെ കണ്ട്. നീ കണ്ടോ മോനെ? അതിനെ കണ്ട എങ്ങനെ ഇരിക്കുന്നേ? അതിനെ കണ്ട വലിയൊരു ചിമ്പാൻസിനെ പോലെ ഇരിക്കുന്നേ. ആ എന്നാ അത് ബിഗ് ഫുട്ട് തന്നെയാ. മോനോട് അപ്പൂപ്പ പറഞ്ഞാലും മുടി തറങ്ങലേന്ന്. മോനെ അത് കണ്ടോ? ഇല്ല, അതിനെ കണ്ടില്ല. അത് കാട്ടിലോട്ടും കയറി പോവായിരുന്നു. ആ എന്നാ മോനെ അവിടെ ഇരിക്കും, പുറത്തോട്ടൊന്നും ഇറങ്ങല കേട്ടോ. ആ ശരി അപ്പൂപ്പ. അല്ല അപ്പൂപ്പ, ഈ ബിഗ് ഫുട്ട് എങ്ങനെ ഉണ്ടായത്? അത് ആർക്കും അറിയത്തില്ല എങ്ങനെ ഉണ്ടായത് ആ ബിഗ് ഫുട്ട്. ഈ കാട്ടി ഫോട്ടോ എടുക്കാൻ വന്ന ഒരു ഫോട്ടോഗ്രാഫർ ആ ബിഗ് ഫുട്ടിന് ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെ ആ ഫോട്ടോഗ്രാഫർ അതിന് ബിഗ് ഫുട്ടിന് പേരിട്ടെ. എന്നിട്ട് ഫോട്ടോഗ്രാഫറിന് വല്ല പറ്റിയോ? ഇല്ല, അയാൾക്കൊന്നും പറ്റിയില്ല. അയാൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഇതിനെന്താ ആരും പിടിക്കാൻ നോക്കത്തെ? അതിന് പിടിക്കാനൊന്നും പറ്റത്തില്ല. 100 ചിമ്പാൻസിയുടെ പവർ അതിന്. അതുകൊണ്ട് ഈ ബിഗ് ഫുഡിനെ തൊടാൻ പോലും ആർക്കും പറ്റത്തില്ല. അത്രയ്ക്കും പവർ ബിഗ് ഫുഡിന്. അയ്യോ എന്റെ പൊന്നേ, അയ്യോ ഈ കാട്ടുതീര് ഞങ്ങൾ വന്നല്ലോ. ഇപ്പൊ അപ്പൂപ്പിന്റെ പേടില്ലായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ എവിടെ പോയേനെ? മക്കളെ, നിങ്ങളിപ്പോ പോകല്ലോ കേട്ടോ. നാളെ രാവിലെ പോകാവുള്ളൂ. ഇവിടെ കിടന്ന് പറയുമ്പോ ആർക്കെങ്കിലും വിഷമമുണ്ടോ? കഞ്ഞി തരാന്നാ. ഓ വേണ്ട അപ്പൂപ്പ, ഒന്നും വേണ്ട. ആ ബിഗ് ഫുഡിന് വേറെ കഥയും കൂടെ ഉണ്ട്, പറയാം. ആ ബിഗ് ഫുഡിന് മനുഷ്യന്മാരെ കാണുന്നതേ ഇഷ്ടമല്ല. പക്ഷെ ആ ബിഗ് ഫുഡ് മൃഗങ്ങളെ ഒന്നും ചെയ്യത്തില്ല. അതൊന്നും ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ ബിഗ് ഫുഡ് പക്ഷെ മനുഷ്യന്മാരെ കണ്ടേലേ ഓടി ചെല്ലത്തില്ല അവർ ഉദ്രവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മൃഗങ്ങളുടെ അടുത്ത് അങ്ങോട്ടൊന്നും പോത്തേ ഇല്ല. അതിന് ഭയങ്കര സ്പീഡാ. ആ അതുപോലെ അപ്പൂപ്പ ഭയങ്കര സ്പീഡിലാ കാട്ടിക്കൂടെ ഓടിപ്പോയത് ഞാൻ കണ്ടത്. ഭയങ്കര സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനേക്കാളും ഒരരട്ടി സ്പീഡ് കൂടുതലാണ്. ആ അങ്ങനെ തന്നെ, ഒരു മനുഷ്യനേക്കാൾ ഒരട്ടി സ്പീഡ് കൂടിയ ഒരു സാധനത്തിന് ഞാൻ കണ്ടത്. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ആ ബിഗ് ഫുഡ് ഇപ്പൊ മോനെങ്ങനെ കണ്ടാലും മോനെ ഇപ്പൊ പിടിച്ചോണ്ട് പോയാലല്ലോ അത്. എന്റെ അമ്മ ആലോചിച്ചിട്ട് എന്നെ പേടി വരുന്നു. മോൾക്ക് കിടക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് പായ വിരിച്ചു തരാവേ. ഇവിടെ കട്ടിലൊന്നും ഇല്ല. ആ അത് വേണ്ട അപ്പൂപ്പ, ഞങ്ങള് വിരിച്ചോളാം. വിരിക്കാനുള്ള തുണി എന്തായാലും തന്നാ മതി ഞങ്ങളുടെ. ആ ശരി മക്കളെ. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? ഇല്ല അപ്പൂപ്പ, ഞങ്ങൾക്ക് ആർക്കും ഉറക്കം വരുന്നില്ല. ആ ബിഗ് ഫുട്ടിന്റെ കഥ കേട്ടത് തന്നെ പേടി വരുന്നു. ഒട്ടും ഉറങ്ങാൻ തോന്നുന്നില്ല. അല്ല അപ്പൂപ്പ, ബിഗ് ഫുട്ട് ഈ വീട്ടിനകത്ത് കയറുവോ? ഇല്ല മക്കളെ, ആ ബിഗ് ഫുട്ടിന്റെ ഡാർക്ക് കളർ ഭയങ്കര പേടിയാ. എന്ന് വെച്ചാൽ കാട്ടിലെ ഡാർക്ക് അല്ല, ആർട്ടിഫിഷ്യൽ ഡാർക്ക് കളറില്ലേ, അതൊക്കെ ഭയങ്കര പേടിയാ. എന്റെ വീട്ടിലെ ഡാർക്ക് കളറല്ലേ, നിങ്ങൾ പുറത്തൊന്നും ഉണ്ടായിരുന്നല്ലോ. ഡാർക്ക് കളർ വീടത്. ആ അതുകൊണ്ട് ആ ബിഗ് ഫുട്ട് ഇങ്ങോട്ട് മാത്രം വരാത്തെ. പിന്നെ ബിഗ് ഫുട്ടിന് റെഡ് കളർ കണ്ട ഭയങ്കര ദേഷ്യ. അയ്യോ, മോന്റെ ഡ്രസ് ഇപ്പൊ റെഡ് കളർ ആണല്ലോ. ആ ബിഗ് ഫുട്ട് ഇങ്ങനെ കണ്ടത് എന്തായിരുന്നു മോന്റെ അവസ്ഥ? എന്റെ പൊന്നെ, അപ്പൂപ്പന്റെ വീടുണ്ടായിരുന്നുണ്ടല്ലോ ഞങ്ങള് രക്ഷപ്പെട്ടത്. താങ്ക് യു അപ്പൂപ്പ. ആ ഇത് താങ്ക് ഒന്നും പറയണ്ട മക്കളെ. എന്റെ വീട്ടിൽ നിങ്ങൾ വന്നേക്കുന്ന പോലെ കുറെ പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്റെ ഈ വീട് ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അല്ല അപ്പൂപ്പ, അപ്പൂപ്പന് കാട്ടിയിരിക്കാൻ പേടിയില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. എന്തായാലും വയസ്സായില്ലേ. എന്തായാലും ഇവിടൊക്കെ താമസിക്കാൻ നല്ല രസമാണ്. എന്റെ വീട്ടിൽ ഡാർക്ക് കളറില്ലേ, അപ്പൊ ബിഗ് ഫുട്ട് പുറത്ത് നിൽക്ക് നോക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് ഇവിടുന്ന് പോകത്തെ. കാരണം കാടൊക്കെ അല്ലേ, നല്ല തണുപ്പ്, ഇവിടെ നല്ല രസമാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് ടൗണിലൊന്നും താമസിക്കാൻ പോകത്തെ. ഈ കാട്ടിൽ തന്നെ നിൽക്കുന്നു ഞാൻ. ബിഗ് ഫുട്ടിന്റെ കഥ എനിക്ക് പേടി വരുന്നു എനിക്ക്.